കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് മാധ്യമങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ആളുകൾ പറയാറുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ മാധ്യമങ്ങളിൽ നിന്നാണ് പഠിച്ചത്. അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊരു വാസ്തവമാണ്. പരസ്യങ്ങളിൽ നിന്നാണ് പല പ്രോഡക്റ്റും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് മാധ്യമങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് തരത്തിലാണ് അത് സ്വാധീനിക്കുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉദാഹരണത്തിന് മാധ്യമങ്ങൾക്ക് നമ്മെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളും നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ അഡൾട്ട് സൂപ്പർവിഷൻ ഇല്ലാതെ ആണെങ്കിൽ തീർച്ചയായും അത് അപകടകരമാണ്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഇത്തരം കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പരിപാടികൾ അതല്ലെങ്കിൽ അത് ഇൻവോൾവ് ആയിട്ടുള്ള പരിപാടികൾ കാണിച്ചാൽ അതവരെ സ്വാധീനിക്കുമെന്ന കാര്യത്തിന് സംശയമില്ല. മാധ്യമങ്ങൾ നമ്മുടെ മനസാക്ഷി അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിയോട് തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 40 വർഷം ആയി കാണുമല്ലോ ടെലിവിഷൻ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായിട്ട്. ഈ ടെലിവിഷൻ വന്ന കാലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അന്ന് ടെലിവിഷനിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും, അന്ന് കണ്ട പല കാര്യങ്ങളും, സിനിമയിലോ സീരിയലിലോ ഒക്കെ നമ്മൾ കണ്ട കാര്യങ്ങൾ, പലതരത്തിൽ വേഷം ധരിച്ചു വരുന്ന പുരുഷന്മാരും സ്ത്രീകളും, ഇവരൊക്കെയാണ് അന്ന് ടെലിവിഷനിലുണ്ടായിരുന്നത്. ആ ആളുകൾ ആ വേഷം ധരിച്ച് അന്ന് നമ്മുടെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ അവരെ എൻ്റർടൈൻ ചെയ്യുമായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ വേഷം ധരിച്ച് എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് നമ്മൾ പറയുമായിരുന്നു. എന്നാൽ അവർ ടെലിവിഷനിലൂടെ വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നവരെ സ്വീകരിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ സമൂഹ മനസാക്ഷിക്ക് അല്ലെങ്കിൽ ഒരു പൊതുവെ ഉണ്ടായിരുന്ന ഒരു മനസാക്ഷിക്ക് ചില മാറ്റങ്ങളുണ്ടായി. ചില കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ലായിരുന്നു, പക്ഷേ ടെലിവിഷനിലൂടെ വന്നതുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു. നമ്മൾ മുതിർന്നവർ അത് കണ്ട് ഇത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ നമ്മുടെ പഴയ വാല്യൂ സിസ്റ്റം ഒന്നും മനസ്സിലാക്കാത്ത ചെറിയ കുട്ടികൾ അവർ ആദ്യം തന്നെ കണ്ടത് ഇതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു കുഴപ്പമില്ല, ഇത് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് കുട്ടികൾ കണ്ടാൽ അവർ വിചാരിക്കും ഇതാണ് ജീവിതം, ഇതാണ് സാധാരണ നടക്കുന്ന ഒരു കാര്യം എന്ന് അവർ ചിന്തിക്കും. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഈ ചെറിയ കുട്ടികളിൽ ഒരുത്തനെ ഇടർച്ച വരുത്തുന്നവൻ അതിന് വലിയ ശിക്ഷ വരുമെന്നാണ് പറഞ്ഞത്. ഇടർച്ച എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നാണ്. അങ്ങനെ ഇടർച്ച വരുത്തുന്നവനെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി, വലിയൊരു കല്ല് കെട്ടി കടലിൽ ഇടുന്നതാണ് അവന് നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ തെറ്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. പിന്നെ മാധ്യമങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, മാധ്യമങ്ങളിലൂടെ ആണല്ലോ നമ്മൾ പരസ്യങ്ങൾ കാണുന്നത്. പരസ്യങ്ങൾക്ക് ഒരു ഫിലോസഫി ഉണ്ട്. ഒരിക്കലും അത് ആരും പറയാറില്ല, പക്ഷെ ഏത് പരസ്യം എടുത്തു നോക്കിയാലും അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ സന്ദേശം വാട്ട് യു ഹാവ് ഇസ് വാട്ട് യു ആർ. നിങ്ങൾക്കെന്തുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വില നിർണ്ണയിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ നമ്മെ മെറ്റീരിയലിസമാണ് പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ വസ്തുവകകൾ ഉള്ളവരായിരിക്കണം. പുതിയ കാറ്, പുതിയ ഗാഡ്ജറ്റ്സ്, പുതിയ വീട്, ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ, പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദേശം സമൂഹത്തിനും പുതുതലമുറയ്ക്കും മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പണം കൊടുത്ത് വാങ്ങാവുന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തോ ഒരു സന്ദേശം അറിയാതെ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് കടത്തി വിടുകയാണ്. അപ്പോൾ കുട്ടികളുടെ പ്രധാന എയിം എന്താ? നമ്മൾ വിചാരിക്കും അവർ പഠിക്കാനാണ് പോകുന്നത്. അവർ പഠിക്കും. പക്ഷെ അവർ പഠിക്കുകയും പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്യുന്നതിൻ്റെ ഒക്കെ
മൂല കാരണം എനിക്കൊരു ജോലി സമ്പാദിക്കണം, പണം സമ്പാദിക്കണം. ആ പണം കൊടുത്ത് ഇന്നെനിക്കില്ലാത്ത കാര്യങ്ങൾ സ്വന്തമാക്കണം. അപ്പോൾ ഇത് വലിയൊരു ചേഞ്ചാണ്, വലിയൊരു വ്യത്യാസമാണ് അവർക്കുണ്ടാകുന്നത്. പണത്തോടുള്ള മനുഷ്യൻ്റെ ആ മനോഭാവത്തെ മാധ്യമങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റുകയില്ല, പക്ഷെ എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന ഒരു ആംബിഷൻ, ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിലുള്ള ചില കണികൾ, ചില കുടുക്കുകളിൽ അവർ ചെന്നപ്പെടുന്നത്. നമുക്കറിയാം, പല കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഡ്രഗ് ട്രാഫിക്കിങ്ങിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ഇല്ലിസിറ്റ് സെക്സിന് വേണ്ടി ഉപയോഗിച്ച കേസുകളുണ്ട്. ഈ 2 കേസുകളിലും ഒരിക്കലും കുട്ടി പ്രതിയാവില്ല. അവൻ പ്രായത്തിൽ കുറഞ്ഞവനായതുകൊണ്ട് അവന് ശിക്ഷയില്ല, അവനൊന്നും സംഭവിക്കില്ല. പക്ഷെ അവർ ചെയ്യുന്നത് ഇവനെ ഈ ട്രാഫിക്കിങ്ങിലൂടെ ഈ വസ്തു അവന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ അക്രമം ചെയ്യുന്ന കാര്യമാണെങ്കിലും, നീ ഒരു കുട്ടിയാണ്, നീ ഇത് ചെയ്താൽ ഒരു കുഴപ്പമില്ല, നീ പോയി ബസ്സിന് കല്ലെറിഞ്ഞു, അല്ലെങ്കിൽ നീ അടിച്ചു പൊളിച്ചോ, ബിൽഡിംഗ് അടിച്ചു പൊളിച്ചു, ഒരു കേസുമില്ല, കാരണം നീ പ്രായത്തിൽ കുറഞ്ഞ കുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ കുട്ടിയുടെ സ്വഭാവമായി മാറുക. അപ്പോൾ ഇവൻ വലിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യുകയോ പിടിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവൻ വളർന്ന് ഒരു മുതിർന്ന പൗരനാകുമ്പോൾ ഈ സ്വഭാവത്തോടു കൂടിയാണ് അവൻ വളരുന്നത്. ചെറുപ്പത്തിൽ ഡ്രഗ് ഉപയോഗിച്ച് പഠിച്ച ഒരു വ്യക്തി അവൻ പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കും. അക്രമവാസന ചെറുപ്പം തൊട്ടേ പ്രാക്ടീസ് ചെയ്യുകയാണ്. അത് ഒരു കുഴപ്പമില്ല, ഇത് ചെയ്തോ, അവൻ 18 വയസ്സ് കഴിഞ്ഞാലും അത് ചെയ്യും. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ മെറ്റീരിയലിസം എന്ന ഒരു തെറ്റായ സന്ദേശമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിലും, ആ മെറ്റീരിയലിസം അവരെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി ജീവിതത്തിൽ വിജയം ഉണ്ടാക്കണം എന്ന ഒരു ധാരണയിലേക്ക് കൊണ്ടുവരികയും അത് അവരെ കൊണ്ട് ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് മാധ്യമങ്ങൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്നത്. അത് നമ്മുടെ കുട്ടികളോട് മാത്രമല്ല, നമ്മൾ മുതിർന്നവരോടും അത് ചെയ്യുന്നുണ്ട്. ഇവിടെ നാം വളരെ വ്യക്തമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ ദ്രവ്യാഗ്രഹം അത് സകലവിധ ദോഷത്തിനും കാരണമാണ്. മനുഷ്യൻ്റെ കുറ്റകൃത്യവാസനയ്ക്കും സബ്സ്റ്റൻസ് അബ്യൂസും ഇങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങളും എല്ലാ അധാർമികമായ കാര്യങ്ങളും ചെകഞ്ഞു നോക്കിയാൽ അതിനടിയിൽ പണത്തോടുള്ള മനുഷ്യൻ്റെ ആർത്തി കാണാം. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പണം സമ്പാദിക്കുക, പണമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ മാത്രമല്ല, നമ്മളും മുതിർന്നവരും ചെയ്യുന്ന, നമ്മളും അത് ചെയ്യുന്നത്. നമ്മുടെ പെരുമാറ്റത്തിലൂടെ പലപ്പോഴും നമ്മൾ അവരോട് പറയുന്നത് നിങ്ങളെക്കാൾ പ്രധാനം ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പണമാണെന്നാണ്. അപ്പോൾ ആ സന്ദേശം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ എളുപ്പ വഴികൾ നോക്കുന്നു, അതവരെ ക്രിമിനലുകളെ ആക്കി